റിട്ടയറിംഗ് CSR ടേക്ക് ഓവർ സൈബർ എൻവിറോൺമെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. സോ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സുകളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മള് ഓഡിറ്റ് ഏത് വേർഡിൽ നിന്ന് വന്നു, ആ ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താണ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റുകൾ ഉണ്ട്. കംപ്ലയൻസ് ഓഡിറ്റ് ഉണ്ട്, ഫൈനാൻഷ്യൽ ഓഡിറ്റ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കംപ്ലയൻസ് ഓഡിറ്റുകളിലേക്ക് നമ്മൾ കടന്നു. ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കംപ്ലയൻസ് ഓഡിറ്റിലേക്ക് നമ്മൾ ഗവേണൻസ് ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞു, CSR ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞു, എൻവിറോൺമെന്റൽ ഓഡിറ്റ്, ഇൻഡസ്ട്രിയൽ ലേബർ ലോ ഓഡിറ്റ്, അതേപോലെ തന്നെ സെക്രട്ടേറിയൽ ഓഡിറ്റ്, അങ്ങനെ ധാരാളം ഓഡിറ്റുകളെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ്. ഓക്കെ, ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ആണ് അടുത്തത്. ഓക്കെ, സോ ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ചെയ്യാൻ കമ്പനി സെക്രട്ടറിനെ കൂടാതെ തന്നെ there is some professionals like CISA സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം? ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് എന്താണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്? ഇൻഫോർമേഷൻ സിസ്റ്റത്തെ, അതായത് കമ്പ്യൂട്ടേഴ്സിനെ ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയകളെ, അല്ലെങ്കിൽ ഡിജിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസിനൊക്കെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റിനെ കുറിച്ച്. സർട്ടിഫിക്കറ്റ് ഇൻ സിസ്റ്റം ഓഡിറ്റ്. ഓക്കെ, അപ്പൊ സീസ ഉള്ളവർക്കും എന്ത് ചെയ്യാം? ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ചെയ്യാം. നമുക്കും എന്ത് ചെയ്യാം? സിസ്റ്റം ഓഡിറ്റ് ചെയ്യാം. അപ്പൊ സിസ്റ്റം ഓഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളുടെ ഡിജിറ്റൽ അസറ്റ്സും മറ്റ് അസറ്റ്സിനെയൊക്കെ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഓഡിറ്റ് ആണെന്ത്? ഡിജിറ്റൽ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ കമ്പനിയിലെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അസറ്റുകളുടെ ഇന്റഗ്രിറ്റിയും സേഫ്റ്റിയും. എന്താണ്? നമ്മളുടെ കമ്പനികളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന അസറ്റുകളുടെ ഇന്റഗ്രിറ്റി എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നും അവ സേഫ് ആണോ എന്നും ഓഡിറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, വേർഡിങ്ങുകൾ ഇതാണ്. ഈ വേർഡിങ്ങുകൾ അതേപോലെ ഉപയോഗിക്കണം. സിസ്റ്റം ആർക്കിടെക്ചർ, അതായത് ഡിഫറെന്റ് സിസ്റ്റംസ്, 500-600 സിസ്റ്റംസ് ഉണ്ടാവും ഒരു കമ്പനിയിൽ എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിനെ എങ്ങനെ ആർക്കിടെക്ട് ചെയ്തിട്ടുണ്ട്? ഒന്നൊന്നിനോട് കണക്റ്റഡ് ആവും. സർവർ പോലെ ആയിരിക്കും, ലാൻഡ് നെറ്റ്വർക്ക് പോലെ ആയിരിക്കും. ഒന്നിൽ ചേഞ്ച് വരുത്തിയാൽ ആ ചേഞ്ചുകൾ എല്ലാ സിസ്റ്റത്തിലേക്കും എത്തുന്ന രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ സിസ്റ്റം ആർക്കിടെക്ചർ എന്താണ്? ഓക്കെ, അതേപോലെ തന്നെ പ്രോസസ് മാപ്പിംഗ്, ബിസിനസ് പ്രോസസ് മാപ്പിംഗ് എങ്ങനെയാണ്? മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് എങ്ങനെ ഡിഫറെന്റ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു, അതാണ് പ്രോസസ് മാപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഡാറ്റാ ബേസുകൾ ആർക്കൊക്കെ ആക്സസും കൺട്രോളും ചെയ്യാം, ആന്റി വൈറസ് കൺട്രോളുകൾ അവിടെ ഉണ്ടോ, അത് എത്രത്തോളം എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ലോഗിങ് ചെയ്യുന്ന ഓഡിറ്റ് സിസ്റ്റങ്ങൾ ലോഗിൻ ചെയ്യാൻ ആർക്കൊക്കെ പറ്റും എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ എന്താണ്? സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ നമ്മൾ നോക്കണം, പ്രോസസ് മാപ്പിംഗ് നോക്കണം, ആക്സസ് കൺട്രോൾ നോക്കണം, ആന്റിവൈറസ് കൺട്രോൾ നോക്കണം, ഓഡിറ്റ്, അതായത് നമ്മള് ഓഡിറ്റിന് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഓഡിറ്റ് ട്രെയിൽ എന്ന് പറയുന്നത്. ഈ ഓഡിറ്റ് ട്രെയിലിലേക്ക് ആർക്കൊക്കെ ആക്സസ് ഉണ്ട്? ഈ ഓഡിറ്റ് ട്രെയിൽ നോക്കിയാലാണ് ഏതൊക്കെ ഇൻഫർമേഷൻസ് ആരൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്, ആരൊക്കെ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് ഓഡിറ്റ് ട്രെയിലാണ്. അപ്പൊ ഓഡിറ്റ് ട്രെയിലിലേക്ക് ആർക്കൊക്കെ ലോഗിൻ ചെയ്യാനും അത് മാറ്റാനും ഒക്കെ ഉള്ള അധികാരമുണ്ട് എന്നുള്ളതൊക്കെ ഓഡിറ്റ് ചെയ്യുന്നതും എന്തിൽ പെടും? ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റില് പെടും. അപ്പൊ എന്തൊക്കെയാണ്? സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ വേണം, പ്രോസസ് മാപ്പിംഗ് ചെയ്യണം, ലോഗിങ് ആക്സസ് ആൻഡ് കൺട്രോൾ ആർക്കാണ് എന്നുള്ളത് അറിയണം, ആന്റിവൈറസ് കൺട്രോൾ ആർക്കാണ് എന്നുള്ളത് അറിയണം, അതേപോലെ ഓഡിറ്റ് ട്രെയിലുകൾ ആരൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതും എന്താണ്? ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ആണ്. ഇനി എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റ്? എല്ലാ ഓഡിറ്റിലും നമ്മൾ ചെക്ക് ലിസ്റ്റ് പഠിക്കുന്ന പോലെ എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റ്? മാനേജ്മെന്റ് കൺട്രോൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് മാനേജ്മെന്റ് ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. എന്താണത്? മാനേജ്മെന്റിന്റെ സെക്യൂരിറ്റി പോളിസികൾ എന്താണ്? 2, അവിടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടോ? അതായത് ഈ ഇത് ചെക്ക് ചെയ്യാനും അത് ഗൈഡ് ചെയ്യാനും പോളിസികൾ ബിൽഡ് ചെയ്യാനൊക്കെ അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടോ? 3, ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിങ് ഉണ്ടോ?
അതേപോലെ തന്നെ ഡോക്യുമെന്റ്സ് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുകയും അത് ക്രോസ് ഇൻഡെക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. സോ മാനേജ്മെന്റ് കൺട്രോൾ ഉറപ്പുവരുത്താൻ എന്താണ്, ഒന്ന് അവരുടെ സെക്യൂരിറ്റി പോളിസി ഉണ്ടോ നോക്കണം, സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടോ എന്ന് നോക്കണം, അതല്ല ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിംഗ് ഉണ്ടോ നോക്കണം, ഡോക്യുമെന്റ് പ്രോപ്പർ ആയിട്ട് ക്രോസ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും മാനേജ്മെന്റ് കൺട്രോള് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ഒരു കമ്പനിയിൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരു പോളിസി ഉണ്ടാവും. ആ പോളിസി ഒക്കെ നോക്കാൻ വേണ്ടി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാവും. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി എല്ലാ ഡോക്യുമെന്റ്സും ക്രോസ് ഇൻഡെക്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് ക്രോസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ വേർഷൻസ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഡാറ്റാബേസുകളെയും ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ആ ക്രോസ് ഇൻഡെക്സേഷൻ പ്രോപ്പർ ആണോ എന്ന് നോക്കണം. ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിംഗും ഉണ്ടോ അവർക്ക് എന്നുള്ളത് നോക്കണം. ഇനി ഓപ്പറേഷൻസ് കൺട്രോൾ നോക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഈ എന്തൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ഫിസിക്കൽ അസറ്റ് ഉണ്ട്. ആ ഫിസിക്കൽ അസറ്റ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം അല്ലെ. ഒരു എന്ത് ഡോക്യുമെന്റ് നമ്മൾ ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ ആക്സസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സർവർ വേണം. ആ സർവർ റൂമിൽ സർവർ ഉണ്ടോ എന്ന് ഫിസിക്കലി വെരിഫൈ ചെയ്യേണ്ട ചുമതല ഓഡിറ്റർക്ക് ഉണ്ട്. അതേപോലെ തന്നെ എൻവിറോൺമെന്റൽ കൺട്രോൾ ഉണ്ടോ, ഇത്തരം യൂസ് ചെയ്യുന്ന മെഷീനറികള് എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള മെഷീനറീസ് ആണോ എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ദെൻ ഓർഗനൈസേഷണൽ കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നോക്കേണ്ടത്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും കൺട്രോൾ ഉണ്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും കുറച്ച് ചുമതലകൾ കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ടോ, വെദർ റോൾ ഓഫ് ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഡിഫൈൻഡ് ഓർ നോട്ട് അല്ലെ. ഒരു IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, IT ഡിപ്പാർട്ട്മെന്റിന് ഇന്ന ചുമതലകൾ ഉണ്ട്, അത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, അതേപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അതായത് ഇത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ എന്തിനു നോക്കണം? ഓർഗനൈസേഷണൽ കൺട്രോളിന് വേണ്ടിയിട്ട് നോക്കണം. ഇനി ആപ്ലിക്കേഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ നോക്കേണ്ടത്? എല്ലാ കമ്പ്യൂട്ടറിനും പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടോ, എല്ലാ കമ്പ്യൂട്ടറിനും എന്തൊക്കെ ഡാറ്റകൾ ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോളുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റിൽ വരുന്നത്? ഫസ്റ്റ് വരുന്നത് മാനേജ്മെന്റ് കൺട്രോൾ ആണ്. മാനേജ്മെന്റ് കൺട്രോളിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അവിടെ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റി പോളിസികൾ ഉണ്ടോ, സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടോ, ബിസിനസ് കണ്ടിന്യൂറ്റി പ്ലാനിങ്ങുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഓപ്പറേഷണൽ കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ നോക്കേണ്ടത്? ഫിസിക്കൽ അസറ്റ്സ് അവിടെ ഉണ്ടോ, പിന്നെ ഓർഗനൈസേഷണൽ കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അതാത് റോളുകൾ അസൈൻ ചെയ്തിട്ടുണ്ടോ, ആപ്ലിക്കേഷൻ കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോളുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോ നമ്മളുടെ ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത് പറയുന്നത് CS മാത്രമല്ല, സീസ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കും എന്ത് ചെയ്യാം? ഇൻഫോർമേഷൻ സിസ്റ്റം ഓഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റുകളുടെ ഇന്റഗ്രിറ്റിയും സേഫ്റ്റിയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീസ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ആർക്കിടെക്ചർ നോക്കണം, പിന്നെ ബിസിനസ് പ്രോസസ് മാപ്പിംഗ് നോക്കണം, ഈ അതേപോലെ തന്നെ നമ്മുടെ ഓഡിറ്റ് ട്രയലുകൾ ആക്സസ് ചെയ്യാനുള്ള കൺട്രോള്, ഇൻഫോർമേഷൻ സിസ്റ്റംസും മറ്റും ആക്സസ് ചെയ്യാനുള്ള കൺട്രോള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോക്കണം എന്ന് പറഞ്ഞു. ചെക്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ 4 ഘടകങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. മാനേജ്മെന്റ് കൺട്രോൾ ഉറപ്പുവരുത്തണം, ഓപ്പറേഷണൽ കൺട്രോൾ ഉറപ്പുവരുത്തണം, ഓർഗനൈസേഷണൽ കൺട്രോൾ ഉറപ്പുവരുത്തണം, ആപ്ലിക്കേഷണൽ കൺട്രോളും അവിടെ ഉറപ്പുവരുത്തണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഫോറൻസിക് ഓഡിറ്റ്. ഓക്കെ, ഫോറൻസിക് ഓഡിറ്റ്. എന്താണ് ഫോറൻസിക് ഓഡിറ്റ്? വായിക്കുക. ഇറ്റ്സ് എ പർപ്പസ് ടു എക്സാമിൻ ഫൈനാൻഷ്യൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. എന്താണ്? ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണ് ഏത്? ഫോറൻസിക് ഓഡിറ്റ്. എന്താണ്? സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ആണ് ഏത്? ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഓഡിറ്റ്, ഷുഡ് ഹാവ് നോളജ് ഓഫ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ്. എന്തിനെ കുറിച്ചിട്ട് അറിയേണ്ടത്? ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കുകളെ കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫോറൻസിക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 ഫേസുകളായിട്ടാണ് ഇത് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റിഗേഷൻ ഫേസ്, സെക്കൻഡ് വൺ ഈസ് ലിറ്റിഗേഷൻ ഫേസ്. എന്താന്ന് നമുക്കറിയാം. ആദ്യമായിട്ടും അവിടെ ഒരു ഫ്രോഡ് നടന്നു എന്നൊരു സംശയം ഉണ്ട് എന്നുണ്ടെങ്കിലാണ് എന്ത് അനൗൺസ് ചെയ്യുക? ഫോറൻസിക് ഓഡിറ്റ് അനൗൺസ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും?
കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. വൺസ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ദെൻ ആ ലിറ്റിഗേഷൻ റിസോൾവ് ചെയ്യാനുള്ള പരിപാടികളിലേക്ക് നീങ്ങും. അപ്പോ ഒരു ഫോറൻസിക് ഓഡിറ്റിന് 2 ഡയമെൻഷൻസ് അല്ലെങ്കിൽ 2 ഘട്ടങ്ങളാണുള്ളത്. ഫസ്റ്റ് ഘട്ടത്തെ നമ്മൾ എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രോഡിനെ റിസോൾവ്, അവിടെ ഒരു പഴുതുണ്ട്, ആ പഴുത് നമ്മൾ റിസോൾവ് ചെയ്താലേ ഭാവിയിൽ പിന്നെ എന്തില്ലാതിരിക്കുള്ളൂ, ആ പഴുത് ഉപയോഗിച്ച് ഫ്രോഡ് നടത്താതിരിക്കുള്ളൂ. അപ്പൊ അത് റിസോൾവ് ചെയ്യാനുള്ള പ്രോസസ്സിനെ നമ്മൾ ലിറ്റിഗേഷൻ എന്നും പറയും. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഏരിയാസ്? ഓക്കെ, ഫസ്റ്റ് വൺ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. ഫ്രോഡിൽ ക്രിമിനൽ പശ്ചാത്തലങ്ങളും ഉണ്ടാവും, അതേപോലെ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. ഓക്കെ, ഫോറൻസിക് ഓഡിറ്റിന്റെ പല ഭാഗങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും, പ്രൊഫഷണൽ നെഗ്ലിജൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളതുണ്ടാവും, ആർബിട്രേഷൻ കേസുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും, പ്രൊഫഷണൽ നെഗ്ലിജൻസ് നടന്നിട്ടുണ്ടോ നോക്കും. നൗ രണ്ടും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ആർബിട്രേഷൻ നടക്കും. എന്താണ് ആർബിട്രേഷൻ? പരിഹാരം ഉണ്ടാവും, അവിടെ ഒരു നമുക്കൊരു സെറ്റിൽമെന്റും അവിടെ ഉണ്ടാവും. ഇതൊക്കെ അടങ്ങുന്നതാണ് എന്ത്? ഫോറൻസിക് ഓഡിറ്റ്. അത് ഓഡിറ്റോട് കൂടി തീരുന്ന ഒന്നല്ല, സെറ്റിൽമെന്റോട് കൂടി തീരുന്ന ഒന്നാണ് ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ ഉണ്ടാവുക? ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും, ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും, പ്രൊഫഷണൽ നെഗ്ലിജൻസിനെ കുറിച്ച് ഉണ്ടാവും, ആർബിട്രേഷൻ നടക്കും, സെറ്റിൽമെന്റും നടക്കും അവിടെ. നൗ എന്താണ് ഇതിന്റെ പർപ്പസ്? ഫസ്റ്റ് ഓഫ് ഓൾ കറപ്ഷൻ ഇല്ലാതാക്കുക, ബ്രൈബറി ഇല്ലാതാക്കുക, എക്സ്റ്റോർഷൻ ഇല്ലാതാക്കുക. എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം നടത്തിയെടുക്കുക ഒരു കമ്പനിയിൽ. സോ ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റോർഷൻ. അതേപോലെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാതെ, അതായത് 2 സംഘടനകൾ അല്ലെങ്കിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക, അസറ്റുകൾ മിസ്അപ്രോപ്രിയേഷൻ ചെയ്യുന്നത് തടയുക, അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രോഡുകൾ തടയുക. ഇത്രയും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഫോറൻസിക് ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ എന്തിനൊക്കെയാ? കറപ്ഷൻ തടയണം, ബ്രൈബറി തടയണം, എക്സ്റ്റോർഷൻ തടയണം, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് തടയണം, അസറ്റ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് തടയണം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നടത്തുന്ന ഫ്രോഡുകളും നമുക്ക് തടയേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എന്ത്? ഫോറൻസിക് ഓഡിറ്റ്. ഇനി അതിന്റെ സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ? ഒരു ഫോറൻസിക് ഓഡിറ്റ് നമ്മൾ അസൈൻ ചെയ്താൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്താലേ അവിടെ ഫോറൻസിക് ഓഡിറ്റ് തുടങ്ങാൻ പറ്റൂ. 2, ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു ഫോറൻസിക് ഓഡിറ്ററെ സംബന്ധിച്ചോളം ഇൻവെസ്റ്റിഗേഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലാൻ ചെയ്യണം, എവിഡൻസുകൾ ഗ്യാദർ ചെയ്യണം. അല്ല വേണ്ടേ? ഒരു ഫ്രോഡ് നടന്നു എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? ആ ഫ്രോഡിന്റെ എവിഡൻസുകൾ നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ അത് അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യണം, കോർട്ട് പ്രൊസീഡിങ്സ്. പിന്നെന്താ? സെറ്റിൽമെന്റ്. ഓക്കെ, ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആക്സെപ്റ്റ് ചെയ്യണം, 2 ഇൻവെസ്റ്റിഗേഷൻ പ്ലാൻ ചെയ്യണം, 3 എവിഡൻസ് നമ്മൾ പ്രൊക്വയർ ചെയ്യണം, 4 അത് റിപ്പോർട്ട് ചെയ്യണം, 5-ാമതായിട്ട് കോർട്ട് പ്രൊസീഡിംഗിലേക്ക് പോകണം, അതോടുകൂടി സെറ്റിൽമെന്റിലേക്ക് അത് നീങ്ങും. നൗ ഫസ്റ്റ് അക്സെപ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ. എപ്പോഴും ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആർക്കാണ് അസോസിയേറ്റ് ചെയ്യുക? ഒരു ഇൻഡിപെൻഡന്റ് ഫേമിനെ അസോസിയേറ്റ് ഉള്ളൂ, അല്ല കമ്പനിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. 2, നമ്മളുടെ കോമ്പീറ്റൻസും സ്കില്ലും കൺസിഡറേഷനും കണക്കാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. സാധാരണ ഒരു ഓഡിറ്റർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കുകളും അറിയുന്നുണ്ടോ നമുക്ക് എന്നതിന്റെ ബേസിലേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2-ാമത്തെ പ്രോസസ് എന്താ? ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതെന്തായിരിക്കണം? ഈ വേർഡുകൾ ഉറപ്പാക്കുക. എഫക്റ്റീവും ആയിരിക്കണം, എഫിഷ്യന്റും ആയിരിക്കണം. ഓക്കെ, എന്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറ്റൻഷൻ കൊടുക്കണം? സിംറ്റം അല്ലെ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സിംറ്റം ഉണ്ടാവും, ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിനൊരു സിംറ്റം ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയായിരിക്കും അവിടെ ഒരു ഫ്രോഡ് നടക്കുന്നതിന്റെ സിംറ്റം? 1, ഫയലിങ്ങുകൾ ഡിലേ ആവാം. ഓക്കെ, 2, റിട്ടേൺസ് ഡിലേ ആവാം. അതായത് ആനുവൽ റിട്ടേണും GST ഫയലിങ്ങുകൾ, ആനുവൽ റിട്ടേൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താവാം? ഡിലേ ആവാം. കാരണം ഇവർക്ക് ഈ മിസ്അപ്രോപ്രിയേഷൻ നടത്താൻ വേണ്ടി ടൈം വേണ്ടി വരും. 3, പ്രൊമോട്ടേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ സിംറ്റം?
ഒന്ന് ഫയലിംഗിൽ വരുന്ന ഡിലേ, റിട്ടേൺസിൽ വരുന്ന ഡിലേ, പ്രൊമോട്ടേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ. അത് കമ്പനി ലോസിലാണ്, പ്രൊമോട്ടറിന്റെ ലൈഫ് സ്റ്റൈൽ അതിഭീകരമായിട്ടുള്ള ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലും ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു സിംറ്റം ആണ് എന്ത്, അവിടെ എന്തോ ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയുടെ ചാൻസസ് ഉണ്ട് എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇന്റേണൽ ഇൻഡിക്കേറ്റേഴ്സ്? അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യുന്നതിൽ ഡിലേ വരുത്തുക. ഓക്കെ. 2, കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോസസ്. 3, അക്കൗണ്ടിങ് പോളിസികളിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചേഞ്ചുകൾ. ഓക്കെ. നൗ എന്താണ് അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യുന്നതിൽ ഡിലേ വരുത്തുക അല്ലെ? ഒരു കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണെങ്കിൽ പിന്നെ എന്തിനാണ് ആ കമ്പനി പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. 3, ഫ്രീക്വന്റ് ആയി അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യുക. അതായത് ഡിപ്രീസിയേഷൻ ഒരു വർഷം WDV ഫോളോ ചെയ്യുക, അടുത്ത വർഷം വന്ന് SLM ഫോളോ ചെയ്യുക, അതിന് ശേഷം വീണ്ടും WDV, അങ്ങനെ കോൺസിക്വന്റ് ആയിട്ട് അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തിനുള്ള സിംറ്റം ആണ്? ഒരു ഫ്രോഡ് അവിടെ നടക്കാനുള്ള സിംറ്റംസ് ആണ്. സോ ടോട്ടലി ആയിട്ടുള്ള സിംറ്റംസ് എന്താ? ഒന്ന് ഫയലിംഗിൽ ഡിലേ വരുത്തുക, റിട്ടേൺസിൽ ഡിലേ വരുത്തുക, അതുമല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ പ്രൊമോട്ടേഴ്സ്. 4മതായിട്ട് പറയാം, ഇന്റേണൽ ആയിട്ട് അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്യുന്നത് ഡിലേ വരുത്തുക, കണ്ടിന്യൂസ് ആയിട്ട് ലോസസ് വരുത്തുക, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസീസ് ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ എന്തിനുള്ള സിംറ്റം ആണ് എന്നാ പറയുന്നത്? ഒരു ഫ്രോഡ് അവിടെ നടന്നിരിക്കാനുള്ള സിംറ്റംസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. 3മത് എന്താണ്? നമ്മൾ എവിഡൻസ് ഗ്യാദർ ചെയ്യണം. എന്തൊക്കെ ടെക്നിക്കുകളാണ് എവിഡൻസ് ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഈസ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റേഷ്യോ അനാലിസിസ്. എന്താണ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്? 2മത് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ. ഓക്കെ. എംപ്ലോയീസിനുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരെ കുറിച്ച് ചോദ്യം ചെയ്യുക, അവരുടെ കാര്യങ്ങൾ അറിയുക എന്നതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എവിഡൻസുകൾ സമാഹരിക്കാൻ പഠിക്കും. ദെൻ സബ്സ്റ്റാൻറ്റീവ് ടെക്നിക്സ്. സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ലൈക്ക് വർക്കിംഗ് പേപ്പേഴ്സ് നോക്കുക, ഇൻവോയ്സുകളുടെ അറ്റാച്ച്മെന്റ്സ് നോക്കുക, ബാങ്ക് ട്രാൻസാക്ഷനുകൾ നോക്കുക. ഇതൊക്കെയാണ് എന്ത്? സബ്സ്റ്റാൻറ്റീവ് ടെക്നിക്സ്. ഫോറൻസിക് ഡാറ്റ അനാലിസിസ്. ഡാറ്റകൾ അനാലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഒരു ഡാറ്റ അനാലിസിസ് എന്താ പറയുന്നത്? അതായത് ഒരു വർഷം പെട്രോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 100 രൂപ എഴുതി കൊടുത്ത് അടുത്ത വർഷം നമ്മൾ കാണുന്നത് 1 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് കോൾഡ് എന്താണ് പറയാ? ഡാറ്റ അനാലിസിസ്. ഈ ഡാറ്റ അനാലിസിസിലൂടെ നമുക്ക് എന്താ മനസ്സിലാവണത്? എന്തൊക്കെയോ അബ്നോർമാലിറ്റി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എവിഡൻസുകൾ സമാഹരിക്കണം. അപ്പൊ എന്തൊക്കെയാണ്? ഫസ്റ്റ് അനാലിറ്റിക്കൽ റിവ്യൂ നടത്തണം, അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നടത്തണം. 2 ഡിസ്കഷനും ഇന്റർവ്യൂവും. 3 സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നടത്തണം. ഡാറ്റ ഫോറൻസിക് ഡാറ്റ അനാലിസിസ് നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് സമാഹരിക്കാൻ പറ്റും? എവിഡൻസുകൾ സമാഹരിക്കാൻ പറ്റും. 4മതായിട്ട് അപ്പോയിന്റഡ് അതോറിറ്റിക്ക് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രോഡാണ് എന്നുണ്ടെങ്കിൽ അത് എന്തിലോട്ട് പോകും? കോർട്ട് പ്രൊസീഡിങ്സിലേക്ക് പോകുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എന്താ ചെക്ക് ലിസ്റ്റ് എന്നുള്ളതാണ് നോക്കുന്നത്. ചെക്ക് ലിസ്റ്റിൽ എന്താണ് ഫ്രോഡ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അല്ല, എന്ത് ഫ്രോഡാ നടത്തിയത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഏത് ലെവലിലേക്കാണ് അത് ഹാപ്പൻ ചെയ്തിട്ടുള്ളത്? ചെറിയ ഒരു തിരിമറിയാണോ അതോ വലിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു തിരിമറിയാണോ എന്നുള്ളത്. അതിന്റെ മോട്ടീവ്, എന്ത് മോട്ടീവ് ഉദ്ദേശിച്ചിട്ടാണ് ആ ഫ്രോഡ്? ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയുള്ള മോട്ടീവിനായിരിക്കില്ല, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടിയിട്ടുള്ള മോട്ടീവിലായിരിക്കും ആ ഫ്രോഡ് ഉണ്ടാവുക. 4 ആരാണ് റെസ്പോൺസിബിൾ? ഓക്കെ, ആരാണ് റെസ്പോൺസിബിൾ എന്ന് നോക്കണം. 5 നമ്മളുടെ വീക്ക്നെസ് കാരണമേ ഒരു ഫ്രോഡ് നടക്കുള്ളൂ. നമ്മളുടെ ഇന്റേണൽ കൺട്രോൾ വീക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഫ്രോഡ് നടന്നത്. എന്ത് ഇന്റേണൽ കൺട്രോൾ ആണ് നമ്മളുടെ വീക്ക് ആയത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്തൊക്കെയാ ചെക്ക് ലിസ്റ്റില്? എന്ത് ഫ്രോഡാണ്? വാട്ട് ഈസ് ഫ്രോഡ് അല്ല, വാട്ട് ഫ്രോഡ് ഹാപ്പൻഡ്. ഓക്കെ, വാട്ട് ഈസ് ഫ്രോഡ്? ഫ്രോഡ് എന്താന്ന് നമുക്കറിയാം. വാട്ട് ഈസ് ഫ്രോഡ് അല്ല, എന്ത് ഫ്രോഡാണ് അവിടെ നടന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, അതിന്റെ മോട്ടീവ് എന്താണ്, ആരാണ് റെസ്പോൺസിബിൾ, ഏത് ഇന്റേണൽ കൺട്രോളിന്റെ പിഴവ് കൊണ്ടാണ് അതവിടെ നടന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയാ ചെക്ക് ലിസ്റ്റില് നമ്മൾ നോക്കേണ്ടത്. ക്ലിയർ ആണോ? ഫ്രോഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒന്നുമില്ല. അതായത് ഒന്ന് മോട്ടീവ് ഉണ്ടായിട്ട് കാര്യമല്ല, നമുക്കൊരു മോട്ടീവും വേണം, അത് ചെയ്യാനുള്ള പഴുതും അറിഞ്ഞിരിക്കണം, അതിനുള്ള എബിലിറ്റിയും നമുക്ക് വേണം. ഇത് 3 നടക്കുമ്പോഴാണ് ഫ്രോഡ് നടക്കുക. അല്ലെ? നമുക്ക് ഈ കമ്പനീനെ കബളിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശം വേണം. 2
അതിനുള്ള പഴുതും അറിയണം, മൂന്ന് അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും വേണം. ഈ മൂന്നും ഒരാൾക്ക് ഉണ്ടെങ്കിലാണ് അവിടെ എന്ത് നടക്കുള്ളൂ, ഫ്രോഡ് നടക്കുള്ളൂ. അതാണ് ഫ്രോഡ് ട്രയാങ്കിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഓഡിറ്റ്. എന്താണ് ഒരു സോഷ്യൽ ഓഡിറ്റ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്താണ് സോഷ്യൽ ഓഡിറ്റ്? ഒരു കമ്പനി എത്രത്തോളം സൊസൈറ്റിക്കും എത്തിക്കലുമായിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഓഡിറ്റ് ഈസ് കോൾഡ് ആസ് സോഷ്യൽ ഓഡിറ്റ്. ഓക്കെ, ഒരു കമ്പനി എത്രത്തോളം സൊസൈറ്റിക്ക് വേണ്ടി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയും എത്തിക്കലുമായിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓഡിറ്റ്. എപ്പോഴും ഓഡിറ്റ് ചെയ്യുക, അതൊന്നും ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ അനൗൺസ് ചെയ്യുകയാണ്, അതായത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മൾ നടത്തുന്ന ഓഡിറ്റ് ആണ് ഏത്, സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? ഇംപ്ലിക്കേഷൻ എന്താണ്? അതിന്റെ ഇമ്പാക്ട് അപ്പോൺ ഗവേണൻസ്, അതായത് നമ്മളുടെ ഗവേണൻസിൽ അതിനുള്ള ഇമ്പാക്ട് എന്താണ്? നമ്മളുടെ ഗവേണൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൊസൈറ്റിക്കോ എത്തിക്കലോ ആയിട്ട് പ്രാക്ടീസിനാണോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യും. രണ്ട്, അതെന്ത് ബിൽഡ് ചെയ്യും? ലോക്കൽ ഗവേണൻസ് ഒന്നും കൂടി ശക്തിപ്പെടുത്തും. ഇങ്ങനെ ഒരു ഓഡിറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഉള്ളിലുള്ള എത്തിക്കൽ പ്രാക്ടീസസ് ഒക്കെ അത് ചെക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്നും കൂടി സ്ട്രോങ് ആക്കും. മൂന്ന്, എല്ലാ ആൾക്കാരുടെയും ആഗ്രഹപ്രകാരമാണോ ഒരു കമ്പനി അവിടെ ഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? എംപ്ലോയീസിനെ പരിഗണിച്ചിട്ടാണോ, ഷെയർ ഹോൾഡേഴ്സിനെ പരിഗണിച്ചിട്ടാണോ, മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒക്കെ പരിഗണിച്ചിട്ടാണോ ഒരു കമ്പനി ഡിസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും എന്ത് ചെക്ക് ചെയ്യും? ഈ സോഷ്യൽ ഓഡിറ്റ് ചെക്ക് ചെയ്യും. ഞാൻ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്? എന്താണ്? അല്ല, അതെന്താണ്? assess gaps between need and resource of local development. Now, ഒരു കമ്പനിക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടാവും അല്ലെ? ഒരു കമ്പനിക്ക് ഒരു നീഡ് ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഇപ്പൊ കൊക്കക്കോള വന്നിട്ട് ഒരു ഫാക്ടറി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കൊക്കക്കോളക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവും. ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് ഇത്രത്തോളം വാട്ടർ റിസോഴ്സസ് ഇവിടെ ഉണ്ട്, 1000 ലിറ്റർ കൊക്കക്കോള ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവിടെ റിസോഴ്സും അവൈലബിലിറ്റി എത്രയാണ്? 800 ഇതിനുള്ള അവൈലബിലിറ്റി ആണെങ്കിൽ ഇതിന് രണ്ടിനും തമ്മിൽ ഒരു അന്തരമുണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ മനസ്സിലാക്കാം ഏതിലൂടെ? സോഷ്യൽ ഓഡിറ്റിലൂടെ. അതായത് സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ എക്കോസിസ്റ്റത്തിൽ നിന്നും നമ്മൾ പല റിസോഴ്സസും എടുത്തിട്ടാണ് നമ്മളുടെ പരിപാടികൾ നടത്തുന്നത്. ആ റിസോഴ്സസ് എടുക്കുന്നതും നമ്മളുടെ നീഡും തമ്മിലുള്ള ഗ്യാപ്പുകൾ നമുക്ക് ഏതിൽ മനസ്സിലാക്കാം? സോഷ്യൽ ഓഡിറ്റില് മനസ്സിലാക്കാം. ദെൻ ബെനഫിഷ്യറീസിന് അവയർനെസ് കൊടുക്കാം അല്ലെ? ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇത്രയും എംപ്ലോയീസിന്, ഈ ലൊക്കാലിറ്റിയിലുള്ള 100-200 എംപ്ലോയീസിന് അവിടെ പണി കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു അവയർനെസ് ആണ് ബെനഫിഷ്യറീസിന്. ഇതിൽ നിന്ന് ബെനഫിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണത്. ആ ബെനഫിഷ്യറീസിന് നമുക്ക് എന്ത് കൊടുക്കാം? അവയർനെസ് കൊടുക്കാം. 3, അല്ലെ, ജംഷഡ്പൂരിൽ ടാറ്റയുടെ ഫാക്ടറി വന്നതുകൊണ്ടാണ് അവിടുത്തെ ലോക്കൽ ഡെവലപ്മെന്റ് വന്നത്. അതേപോലെ എന്തത് ഇൻക്രീസ് ചെയ്യും? ഒരു സ്ഥലത്തിന്റെ തലവര തന്നെ ചിലപ്പോ അത് മാറ്റാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. 4, എന്ത് കോസ്റ്റ് ആണ് സ്റ്റേക്ക് ഹോൾഡറിനുള്ളത്? ആ സൊസൈറ്റിയിൽ താമസിക്കുന്നവർ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ആ ഒരു കമ്പനി അവിടെ വന്നിട്ടുള്ളത്? എന്താണ് സാക്രിഫൈസ്? ഒരു ഫാക്ടറി അവിടെ വരുമ്പോൾ അവർക്ക് അവരുടെ റിസോഴ്സസ് പൊല്യൂട്ടഡ് ആവാം, സൗണ്ട് പൊല്യൂഷൻസ് ഉണ്ടാവും, ട്രാഫിക് കൂടാം, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരാം. ആ കോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ വേരിയസ് ഡിസിഷൻസ് എങ്ങനെയാണ് സൊസൈറ്റീനെ ഇമ്പാക്ട് ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ വേരിയസ് ഡിസിഷൻസ് എങ്ങനെയാണ് സൊസൈറ്റീനെ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നും നമുക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ ഓഡിറ്റിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ഫസ്റ്റ് എന്താണ്? നീഡും റിസോഴ്സും തമ്മിലുള്ള ഗ്യാപ്പ് മനസ്സിലാക്കാം. ബെനഫിഷ്യറീസിന് എന്തൊക്കെ നല്ലത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ലോക്കൽ ഡെവലപ്മെന്റിനെ എങ്ങനെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. സ്റ്റേക്ക് ഹോൾഡർ എന്തൊക്കെ കോസ്റ്റ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഒരു പോളിസി ഡിസിഷന് ഒരു എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ ബാധിക്കപ്പെടുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നൗ റൈറ്റ്സ് ഓഫ് ആൻ ഓഡിറ്റർ. ഒരു കമ്പനി അതിന്റെ ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ അതില് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം.
ഒരു കമ്പനി ഡിസിഷൻ എടുക്കുകയാണ്, ഇന്ന ഫാക്ടറി ഇവിടെ ഫോം ചെയ്യണം എന്ന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. നിങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സോഷ്യലായിട്ട് എത്തിക്കലായിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുത്തിട്ടാണ് ഇത് ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സോഷ്യൽ ഓഡിറ്റ് നടത്തുക. അല്ല, എപ്പോഴും സോഷ്യൽ ഓഡിറ്റ് എപ്പോഴാണ് നടത്തുക? ഒരു എന്താ പറയാ, ഒരു വളരെ എന്താ പറയാ എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഫാക്ടറി കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഈ കമ്പനി വരുന്നതിന് മുമ്പ് തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റ് അനൗൺസ് ചെയ്യും. അവിടുത്തെ സൊസൈറ്റീനെ അത് വരുത്തുന്ന ഇമ്പാക്ട് എന്താണ് എന്നൊക്കെ അറിയാം. അപ്പോൾ കമ്പനിയോട് ചോദിക്കാം, നിങ്ങൾ ഈ ഡിസിഷൻ എടുക്കുന്നതിൽ നിങ്ങൾ എന്തൊക്കെ എത്തിക്സും ആ സൊസൈറ്റിക്ക് എന്തൊക്കെ ഗുണങ്ങളുമാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. 2, കറന്റ്ലി നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ളത് ചോദിക്കാം. 3, ആ രജിസ്റ്റേഴ്സും ഡോക്യുമെന്റ് ഒക്കെ നോക്കാനുള്ള അനുമതിയും ആർക്ക് ചോദിക്കാം? സോഷ്യൽ ഓഡിറ്റിന് ചോദിക്കാവുന്നതാണ്. ദെൻ എന്താണ് ഒരു യൂസ്? സോഷ്യൽ ഓഡിറ്റിന്റെ യൂസ് നീഡ് നോട്ട് ബി. ഈ ഓഡിറ്റിൽ ഒരു ഉത്തരം കിട്ടാം, ഉത്തരം കിട്ടാതിരിക്കാം. ഓക്കെ, അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. 2, പോസിറ്റീവ് റിസൾട്ട് ആണ് വരുന്നതെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാം, നെഗറ്റീവ് റിസൾട്ട് വേണമെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ദെൻ ഇംപ്ലിമെന്റേഷൻ. പീപ്പിളിനെ അല്ലെ സോഷ്യൽ ഓഡിറ്റ് വരുന്നതിലൂടെ പീപ്പിളിനെ എംപവർ ചെയ്യും, ആൾക്കാരറിയും ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. അതേപോലെ തന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ വെക്കാം, പല സാലിയൻ ഡോക്യുമെന്റുകളിലേക്കും ആക്സസ് എടുക്കാം, പ്യൂരിറ്റീവ് ആക്ഷൻസ് പെനാലിറ്റികൾ കൊടുക്കാം. അല്ലെ, ഒരു കമ്പനി അവിടെ തുടങ്ങി കുറെ പൊല്യൂട്ടഡ് ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്ത് ചെയ്യാം? പെനാലിറ്റിയും പ്യൂരിറ്റീവ് ആക്ഷൻസും ഒക്കെ കൊടുക്കാനും എന്ത് ഹെൽപ്പ് ചെയ്യും? ഒരു സോഷ്യൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യും. ഞാൻ സ്റ്റെപ്സ്, സോഷ്യൽ ഓഡിറ്റിന്റെ സ്റ്റെപ്സ് ആണ് അടുത്തത് പറയണത്. യെസ്, നിക്ക് ഒന്നെന്താ, ഓരോ പാർട്ടി വരുമ്പോഴും ആ പാർട്ടിക്ക് ഒരു അജണ്ട ഉണ്ട് അല്ലെ. ഇപ്പൊ ചില പാർട്ടി വരുമ്പോൾ അത് വികസനത്തിന് ഊന്നിയിട്ടുള്ള പാർട്ടികൾ ഉണ്ടാവാം, ചില പാർട്ടികൾ സാമൂഹിക സേവനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത പാർട്ടി ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് നമ്മൾ സോഷ്യൽ ഓഡിറ്റിൽ മനസ്സിലാക്കേണ്ടത് അതാത് പ്രദേശത്ത് വരുന്ന ലോക്കൽ ഇലക്ടഡ് ബോഡിയുടെ പർപ്പസ് എന്താണ്, അവരുടെ ക്ലാരിറ്റി എന്താണ്, അവരെന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സോഷ്യൽ ഓഡിറ്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ആരാണ് സ്റ്റേക്ക് ഹോൾഡർ? അതായത് സ്റ്റേക്ക് ഹോൾഡർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നാൽ ആർക്കൊക്കെ അതിൽ നിന്ന് ഗുണം കിട്ടും, അതാണ് നമ്മൾ ആരൊക്കെയാണ് അതിന്റെ ബെനിഫിഷ്യറി, അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ ആരാന്ന് മനസ്സിലാക്കണം. ഈ പ്രൊജക്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഗുണമുണ്ടോ, കമ്പനിക്കാണോ ഗുണം, അവിടുത്തെ നാട്ടുകാർക്കാണോ ഗുണം, ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി എന്നുള്ളത് മനസ്സിലാക്കണം. 3, പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. എന്താണ് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിഫൈൻ അക്സെപ്റ്റഡ് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. പെർഫോമൻസ് അടിപൊളിയാണോ നോക്കാനല്ല, ഓരോ പ്രൊജക്റ്റിനും ഒരു ടൈം ലൈനും ടാർഗറ്റും കൊടുത്തിട്ടുണ്ടാവും. ആ ടാർഗറ്റിന്റെ ഉള്ളിൽ ഇത് തീരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഈ പാത 4 വരി പാതയും കാര്യങ്ങളൊക്കെ വരുമ്പോ ഓരോ ടൈം ലൈൻ കൊടുക്കണം. അടുത്തത് അതായത് എന്ത് കാരണം കൊണ്ടാണ് പെർഫോമൻസ് മോശമായിട്ടുള്ളത് എന്നൊക്കെ റിവ്യൂ ചെയ്യണം, ഫോളോ അപ്പ് മീറ്റിങ്ങുകൾ നടത്തണം. പിന്നെ അതാത് ഏരിയയിലെ ലോക്കൽ പീപ്പിളിനെ വെച്ചൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് അതിന്റെ ഇംപ്ലിമേഷൻ ഓഡിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ സോഷ്യൽ ഓഡിറ്റ് നടത്തിയതിന്റെ റിസൾട്ടുകൾ ആരുമായിട്ടും ഷെയർ ചെയ്യണം? ലോക്കൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും ഷെയർ ചെയ്യണം. സോ എന്തൊക്കെയാണ് സ്റ്റെപ്പ്? 1, ലോക്കൽ എലക്റ്റഡ് ബോഡിയുടെ ഐഡിയ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം, സ്റ്റേക്ക് ഹോൾഡർ എന്താണെന്ന് മനസ്സിലാക്കണം, പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ് ചെയ്യണം, പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് റിവ്യൂ ചെയ്യണം, ഫോളോ അപ്പ് മീറ്റിങ്ങുകൾ നടത്തണം. അതേപോലെ തന്നെ ലോക്കൽ പീപ്പിൾസിന്റെ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഇതിന്റെ ഇംപ്ലിമെന്റേഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യണം, സോഷ്യൽ ഓഡിറ്റിന്റെ റിസൾട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഇത്രയുമാണ് നമുക്ക് സോഷ്യൽ ഓഡിറ്റിന്റെ
കാര്യങ്ങളുള്ളത്. ഇനി ICSI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറിയുടെ സോഷ്യൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ആ സോഷ്യൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ഒബ്ജെക്ഷൻസ് അല്ല കേട്ടോ, ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, അല്ല ഫസ്റ്റ് പ്രൊജക്റ്റ് ഒരു വാഗ് പ്രൊജക്റ്റ് ആണോ, ഹോക്സ് പ്രൊജക്റ്റ് ആണോ? എന്താണ് ഹോക്സ് പ്രൊജക്റ്റ്? വെറൊരു കുമിളയാണോ? ഇപ്പൊ നാളെ എന്ന് പറയാണ് ഞാനിവിടെ ഫുള്ള് 8 വരി പാതയാക്കുകയാണ്, അതെന്ന് പറഞ്ഞാൽ എന്താ പ്രഖ്യാപനമാണ്, നടക്കില്ലേ എന്നറിയില്ല. ഇതിന്റെ ഒതന്റിസിറ്റി, ഇത് കൃത്യമാണോ, ഇത് വരാൻ പോകുന്നതാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, 2 അനൗൺസ് ചെയ്ത പ്രൊജക്റ്റും വരാൻ പോണ പ്രൊജക്റ്റും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. 3 പ്രൊജക്റ്റിന്റെ നേച്ചർ എന്താന്ന് മനസ്സിലാക്കണം. പ്രൊജക്റ്റിന്റെ കോസ്റ്റും എഫിഷ്യൻസിയും എന്താണെന്ന് മനസ്സിലാക്കാം. ഇന്ത്യയിലെ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലോസും അത് കംപ്ലൈ ചെയ്യുമോ എന്നുള്ളതും നമ്മൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ICSIയുടെ സോഷ്യൽ സ്റ്റാൻഡേർഡ്സിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? 1 പ്രൊജക്റ്റിന്റെ ഒതന്റിസിറ്റി മനസ്സിലാക്കേണ്ടത്. 2 ഗ്യാപ്പ്, ഓഡിറ്റഡ് പ്രൊജക്റ്റും ഡിസൈർഡ് പ്രൊജക്റ്റും തമ്മിലുള്ള ഗ്യാപ്പ്. 3 നേച്ചർ മനസ്സിലാക്കാം, കോസ്റ്റും എഫിഷ്യൻസിയും മനസ്സിലാക്കാം. 4മതായിട്ട് സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളെ ഇത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സ്കോപ്പ്, ഈ പ്രൊജക്റ്റ് വരുന്നതോടുകൂടി അതാത് ദേശത്തെ ആൾക്കാരുടെ ഫൈനാൻസിന് മാറ്റം വരുത്തുവോ, അവരുടെ കൾച്ചറും സൊസൈറ്റിയിലെയും അത് മാറ്റുമോ. ദെൻ നാച്ചുറൽ റിസോഴ്സസിനെ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുവോ. ദെൻ ഡിഫറെന്റ് ജനങ്ങളെ, ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് മതവിഭാഗങ്ങളെ അല്ലെങ്കിൽ റീജിയണൽ പീപ്പിളിനെ എങ്ങനെയാണ് അത് ഇമ്പാക്ട് ചെയ്യുക. ദെൻ ആ ലൊക്കാലിറ്റിയിലെ സർവീസസിനെയും ബിസിനസിനെയും അത് എങ്ങനെ ബാധിക്കും. ലോക്കൽസിന് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ, ലോക്കൽസിന് അത് ഗവേണൻസ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ എന്തൊക്കെയാണ് സ്കോപ്പ്? 1 എങ്ങനെയാണ് സാമ്പത്തികമായിട്ടും സോഷ്യലായിട്ടും അതാത് ജനങ്ങളെ അവിടെ ബാധിക്കുന്നത് എന്നുള്ളത്. 2 എന്താ പറയുക, നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുമോ എന്നുള്ളത്. 3 ഡിഫറെന്റ് ജനവിഭാഗങ്ങൾ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത്. 4 ആ ദേശത്തെ ഡിമാൻഡിനെയും സർവീസിനെയും എങ്ങനെ ബാധിക്കും എന്നുള്ളത്. 5 ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് പറയുന്നുണ്ട്, ICSIയുടെ സോഷ്യൽ സ്റ്റാൻഡേർഡ്സിന്റെ സ്കോപ്പാണ്. അവരതൊക്കെ വിലയിരുത്തിയിട്ടാണ് ആ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് മേക്ക് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ബെനഫിറ്റ്? സോഷ്യൽ സ്റ്റാൻഡേർഡ് കാരണം സോഷ്യൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻ ഇൻക്രീസ് ചെയ്യും, സോഷ്യൽ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ ഡാറ്റ, സോഷ്യൽ ആക്ടിവിറ്റികളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ നമുക്ക് കിട്ടും. എന്തൊക്കെയാണ് പറഞ്ഞത്? സോഷ്യൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യും, സോഷ്യൽ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യും, സോഷ്യൽ ആക്ടിവിറ്റികളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ നമുക്ക് കിട്ടും. ഇത്രയും ബെനിഫിറ്റ് ആണ് ICSIയുടെ സോഷ്യൽ സ്റ്റാൻഡേർഡ് കാരണം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ. ദെൻ എലിജിബിലിറ്റി ടു എസ്റ്റാബ്ലിഷ് സോഷ്യൽ ഇന്റന്റ്. ഒന്നുമില്ല, അതായത് എന്തൊക്കെ ആക്ടിവിറ്റികളാണ് സോഷ്യൽ ഇന്റന്റിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. എവിടൊക്കെ പറഞ്ഞ ആക്ടിവിറ്റികളാണ് സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? റെഗുലേഷൻ 292E സെബി ICDR റെഗുലേഷനിലും ഈ ഷെഡ്യൂൾ നമുക്കറിയാം, ഷെഡ്യൂൾ 7 ഓഫ് കമ്പനീസ് ആക്ട് എന്താണ്? CSR ആക്ടിവിറ്റീസ് ആണ്. ഷെഡ്യൂൾ 7 കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞാൽ CSR ആക്ടിവിറ്റീസ്. അതേപോലെ തന്നെ റെഗുലേഷൻ 292E ഓഫ് സെബി ICDR റെഗുലേഷൻസിലും പറയുന്ന ആക്ടിവിറ്റികളെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്റന്റ് ഉള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇത്തരം ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യുമ്പോൾ അവിടെ എന്ത് നടക്കും? സോഷ്യൽ ഓഡിറ്റ് നടക്കും. ആ സോഷ്യൽ ഓഡിറ്റിന്റെ റെക്കോർഡുകൾ 8 വർഷത്തേക്ക് ആ കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ സോഷ്യൽ ഓഡിറ്റിൽ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഓഡിറ്റിൽ പറഞ്ഞത്? സോഷ്യൽ ഓഡിറ്റിൽ എന്തൊക്കെ പറഞ്ഞു? സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ സോഷ്യലും എത്തിക്കലുമായ പെർഫോമൻസ് ആണ് സോഷ്യൽ ഓഡിറ്റ്. നൗ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? അത് ഗവേണൻസിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, ലോക്കൽ ഗവേണൻസിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ ആളുകളെയും അഭിപ്രായത്തിനെ മാനിച്ചിട്ടാണോ ആ പ്രൊജക്ട് അവിടെ വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി എന്താണ് ഒബ്ജക്റ്റീവ്സ്? റിസോഴ്സും നീഡും തമ്മിലുള്ള ഗ്യാപ്പ്, ബെനഫിഷ്യറിക്ക് ഉള്ള അവയർനെസ്, അതേപോലെ തന്നെ ലോക്കൽ ഡെവലപ്മെന്റ് അത് ഇൻക്രീസ് ചെയ്യും, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വരുന്ന കോസ്റ്റ്, അതേപോലെ തന്നെ വേരിയസ് പോളിസി ഡിസിഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് സോഷ്യൽ ഓഡിറ്റിലൂടെ ഐഡിയ കിട്ടും. ഇനി എന്താ ഓഡിറ്ററിനുള്ള ഐഡിയ? എല്ലാവിധ ചോദ്യം ചെയ്യലുകളും ഡോക്യുമെന്റ്സും ഒക്കെ റിസീവ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഓഡിറ്റർക്ക് ഉണ്ട് എന്നാ പറയുന്നത്. പിന്നെ ഈ സോഷ്യൽ ഓഡിറ്റിന്റെ യൂസ് എന്താണ്? ഈ ഓഡിറ്റിന്റെ റിസൾട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ മാത്രം ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഞാൻ ഇംപ്ലിമെന്റേഷനിൽ എന്തൊക്കെയാണ് ഇംപ്ലിമെന്റേഷന്? പീപ്പിളിനെ അത് എംപവർ ചെയ്യും, പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഉണ്ടാവും, ഡോക്യുമെന്റ് ആക്സസ് ചെയ്യുകയും ചെയ്യാം. അവര് ഒരു ഹോക്സ് കമ്പനി ഉണ്ടെങ്കിൽ അവരെ പണിഷ് ചെയ്യുകയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി സ്റ്റെപ്പുകളിൽ എന്തൊക്കെയാണ് ഇതിന്റെ സ്റ്റെപ്പ്? ഫസ്റ്റ്, ലോക്കൽ ഇലക്ടഡ് ബോഡിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. 2, സ്റ്റേക്ക് ഹോൾഡർ മനസ്സിലാക്കണം. 3, പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സെറ്റ് ചെയ്യണം. ഈ ഇൻഡിക്കേറ്റേഴ്സ് റിവ്യൂ ചെയ്യണം, ഫോളോ അപ്പ് മീറ്റിങ്ങുകൾ നടത്തണം. അതേപോലെ തന്നെ ലോക്കൽ പീപ്പിൾസിനെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ സോഷ്യൽ ഓഡിറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിന്റെ റിസൾട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും വേണം. ഇനി ഇതിനു വേണ്ടിയിട്ട് ICSI ഫോർമുലേറ്റ് ചെയ്തതാണ് സോഷ്യൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു പ്രൊജക്ട് വരികയാണെങ്കിൽ അതിന്റെ ഒതന്റിസിറ്റി, ഓഡിറ്റഡ് പ്രൊജക്റ്റും ഡിസൈഡ് പ്രൊജക്റ്റും തമ്മിലുള്ള വ്യത്യാസം, അതേപോലെ തന്നെ നേച്ചർ എന്താണ് പ്രൊജക്ടിന്റെ, അതിന്റെ കോസ്റ്റും എഫിഷ്യൻസിയും എന്താണ്, അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണോ ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി എന്താണ് അതിന്റെ സ്കോപ്പ്? അവരെന്താ ചെക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു പ്രൊജക്ട് ആ സ്ഥലത്തെ പീപ്പിളിന്റെ ഇക്കോണമിയെയും സോഷ്യൽ സ്റ്റാറ്റസിനെയും ബാധിക്കുന്നത്? നാച്ചുറൽ റിസോഴ്സസ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ പല ജനവിഭാഗങ്ങളെ ഇത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു? ഡിമാൻഡും സർവീസും ആ ലൊക്കാലിറ്റിയിലുള്ള പ്രൊഡക്റ്റുകളുടെ എങ്ങനെ മാറുന്നു? അതേപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവേണൻസിന് ഇത് കൺട്രോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇതിലൂടെ കിട്ടുക? സോഷ്യൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യും, സോഷ്യൽ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യും, അതേപോലത്തെ സോഷ്യൽ ആക്ടിവിറ്റികളുടെ ഫൈനാൻഷ്യൽ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ കൂടെ പറ്റുമെന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് സോഷ്യൽ ഇന്റന്റഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? റെഗുലേഷൻ 292E ഓഫ് ദി സെബി ICDR റെഗുലേഷൻ 2015 പറയുന്ന ആക്ടിവിറ്റീസും ഷെഡ്യൂൾ 7 ഓഫ് ദി കമ്പനീസ് ആക്ട് ഓഫ് 2013 പറയുന്ന ആക്ടിവിറ്റികളെയുമാണ് സോഷ്യൽ ഇന്റന്റ് ഉള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോഷ്യൽ ഓഡിറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം 8 വർഷത്തേക്ക് നമ്മൾ കൈവശം വെച്ചിരിക്കേണ്ടത് ആണ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ നോക്കിയോ? അല്ല, ഏത് തെങ്ങ്? ഓക്കെ, okay, describe the scope of corporate governance audit. What is the need of corporate governance audit in a corporate management? എന്ത്?
ഫസ്റ്റത്തെ സ്കോപ്പ്, സെക്കൻഡ് നീഡ്. ആ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ. Then അടുത്തത് ബീറ്റ ലിമിറ്റഡ് listed in BSE NSE. Company does not have an audit committee. Define the provisions of Companies Act to form an audit committee. 177. 177 കുറിച്ച് നമ്മൾ എവിടെ ഒന്ന് പറഞ്ഞിക്കണ്, അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പറഞ്ഞിക്കണ്. അവിടെ എനിക്ക് കൃത്യമായി അങ്ങ് ഓർമ്മയില്ല. അത് വേണ്ടി വരും. അതായത് നിങ്ങള് എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ടാണല്ലോ വന്നിക്കണത് എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വാട്ട് ആർ ദ ആപ്ലിക്കബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് എ സെക്രട്ടേറിയൽ ഓഡിറ്റ്. 204 കമ്പനികൾ ഇത്ര ടേൺ ഓവർ മറ്റു സാധനം. In what areas can internal audit contribute to an organization, improve its efficiency? A corporate social responsibility audit aim at identifying environmental, social or governance risk faced by an organization and evaluating managerial performance in respect of those. Explain the purpose of CSR audit. അത്രേ ഉള്ളൂ, ആകെ ഒരു പാരഗ്രാഫ് ഉള്ളൂ. CSR എഴുതാം. What do you understand by CSR audit? Explain its coverage. ഫുള്ള് എഴുതണം. ഇനി വലിയൊരു സംഭവം ഉണ്ട്, കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, എന്നാ വായിച്ച് ഞാൻ വായിച്ചുതരാം. ആൻസർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് പെർ ദ അമെൻഡഡ് റൂൾസ്. ക്ലാരിഫിക്കേഷൻ ഓൺ സ്പെൻഡിങ് ഓഫ് CSR ഫണ്ട് ഫോർ ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ. ഓക്കെ, MCA General Circular number 8/2022 dated 26 July 2022 and the company's CSR amendment rules 2022. അതിൽ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. If the total CSR expenditure done by a company in previous year 22-23 is 30 crores, 2022-23 30 കോടിയാണ് അവരുടെ CSR expenditure, then how much amount shall the company undertaking impact assessment may book towards CSR for 22-23? Okay. രണ്ടാമത്തെ ചോദ്യം, give a clarification on spending of CSR fund for ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ. അതായത് ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതെന്താണ്? ഹർ ഘർ തിരങ്ക എന്തായിരുന്നു? ആ ക്യാമ്പയിന് ഇത് ഫണ്ട് ചെയ്തത് ഷെഡ്യൂൾ 7 ആക്ടിവിറ്റിയോ ആണോ എന്നാണ് ചുരുക്കത്തിൽ ചോദിക്കുന്നത്. ഷെഡ്യൂൾ 7 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ആ ഷെഡ്യൂൾ 7 നമ്മൾ പഠിക്കേണ്ടി വരും. അതായത് ഇതിന് റിലവന്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻസ് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോ CSR വരികയാണെങ്കിൽ 135 നമ്മൾ അരച്ചു പിടിക്കേണ്ടി വരും. ഓഡിറ്റ് കമ്മിറ്റി വരികയാണെങ്കിൽ സെക്ഷൻ 177 നമ്മൾ നോക്കേണ്ടി വരും. മനസ്സിലായോ? നൗ അൺസ്പെൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട്, അത് എന്താണ്? അല്ല, ഈ CSR കൊടുത്ത ഫണ്ട് എന്തെങ്കിലും എമൗണ്ട് ബാക്കി നിൽക്കുകയാണെങ്കിൽ ആ ബാക്കി നിൽക്കുന്ന സാധനം 3 മാസത്തിന്റെ ഉള്ളിൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അൺസ്പെൻഡ് CSR അക്കൗണ്ടിലേക്ക് മാറ്റണം. 135 ആണ്, സെക്ഷൻ 135 പറയണതാണ്. അങ്ങനെയല്ല, ഇതിൽ വരുന്ന സെക്ഷൻസ് അതിൽ നോക്കേണ്ടി വരും. ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യൽ ഓഡിറ്റ് ആൻഡ് ടേക്ക് ഓവർ ഓഡിറ്റ്. സോഷ്യൽ ഓഡിറ്റും ടേക്ക് ഓവർ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനല്ല, ആദ്യം എന്താണ് സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയാം, രണ്ടാമത് എന്താ ടേക്ക് ഓവർ ഓഡിറ്റ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അതെ, അല്ലല്ല. അടുത്തതാ,
The board of directors of VK Limited has received a letter from a whistleblower alleging insider trading by few members among the senior management. The board has appointed you to perform insider trading audit. Explain the essential factors for review and reporting under insider trading audit. Insider trading audit ന്റെ മൊത്തത്തിൽ എഴുതാം. എന്തൊക്കെ നോക്കും? List the major differences between cyber audit and forensic audit. എന്താണ് forensic? Prepare a checkpoint for cyber security audit. Checklist ഉണ്ടാക്കുക. Prepare a checklist for operational control under system audit. System audit le operational control check ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു checklist ഉണ്ടാക്കുക. അടുത്തത് LMP Limited ask you as a company secretary to suggest an audit and explain objectives and dimensions of the process in order to protect sensitive data and intellectual property and also protection of networks to which multiple information resources are connected. Internal audit information audit നടത്താനാണ് പറയുന്നത്. കമ്പനി സെക്രട്ടറിയോട് ചോദിക്കുകയാണ് ഇതൊക്കെ സേഫ് ഗാർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യെസ്. വാട്ട് ഡു യു മീൻ ബൈ എൻവിറോൺമെന്റ് ഓഡിറ്റ്? പ്രിപ്പയർ എ process chart for conducting environment audit. അടുത്തത് audit as a monitoring device is essential in audit as a monitoring device is essential in corporate governance also. Comment on the statement. Corporate governance audit കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. Audit as a monitoring device is essential in corporate governance also. അടുത്തത് what are the advantages of social audit? What is fraud triangle? What is fraud triangle? Fraud triangle. Sociology. What are the advantages of social audit? What is the difference between fraud triangle, fraud assessment and fraud risk? Fraud triangle, fraud assessment and fraud risk. Fraud triangle ഇതാണ്. അസസ്മെന്റ് ഓഫ് റിസ്ക് നമ്മൾ ഒരു പാഠത്ത് പഠിച്ചിട്ടുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിസ്കുകൾ ഓർമ്മ ഉണ്ടോ?